ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് പഠിക്കുന്നത്. മോഡിഗ്ലാനി മില്ലർ തിയറി അല്ലെങ്കിൽ തിയറി എന്ന് പറയും. മോഡിഗ്ലാനി മില്ലർ തിയറി. ഫ്രാൻകോ മോഡിഗ്ലാനി ആൻഡ് മെർട്ടോൺ മില്ലർ രണ്ട് വ്യക്തികളാണ്. മോഡിഗ്ലാനി മില്ലറും രണ്ട് വ്യക്തികളാണ്. അവർ തയ്യാറാക്കിയ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് തിയറി. ഇവർ രണ്ടാളും, അതായത് മോഡിഗ്ലാനിയും മില്ലറും ബോത്ത് നോബൽ പ്രൈസ് വിന്നേഴ്സാണ് ഇൻ ഫിനാൻഷ്യൽ എക്കണോമിക്സിൻ്റെ അകത്ത്. വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് മോഡിഗ്ലാനിയും മില്ലറും. അവർ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി ഡെവലപ്പ് ചെയ്തത് 1958 ഇയറൊന്ന് ഓർമ്മിച്ച് വെക്കാം. 1958. ഈ തിയറി NIO തിയറി, NOI തിയറി, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറീനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ തിയറിയെ കൂടുതൽ വിശദീകരിക്കുന്ന ഒരു തിയറിയാണ് മോഡിഗ്ലാനി മില്ലർ തിയറി. നമ്മൾ രണ്ടാമത്തെ തിയറി ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ തിയറി പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ചസ് വന്നാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനോ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേമിനോ മാറ്റം വരുന്നില്ല എന്നായിരുന്നു നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി പറയുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് ആരും പറയുന്നത്, മോഡിഗ്ലാനി മില്ലർ പറയുന്നത്. നോക്കാം. content that overall cost of capital is irrelevant to capital structure. അപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തിനാ റിലവൻറ്റ് ചെയ്യുന്നില്ല? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് വരുന്നില്ല? മാറ്റം വരുന്നില്ല, ഇറെലവൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ദിസ് അപ്രോച്ച് സപ്പോർട്ടഡ് ടു ആരെയാണ് സപ്പോർട്ടഡ്? ദ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. നമ്മൾ പഠിച്ച രണ്ടാമത്തെ തിയറി നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തിയറിയാണ് ഇത്, മോഡിഗ്ലാനി മില്ലർ തിയറി. ദേ ആർഗ്യൂ ദാറ്റ് നെറ്റ് ഇൻകം തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് വാല്യുവേഷൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ വിച്ച് ദെയർ അസംഷൻസ് ഹോൾഡ്. തിയറി ദ ആർബിട്രറി പ്രോസസ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ പറയുന്നത്, ആർബിട്രറി പ്രോസസ്സ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയാൽ അവിടെ ഫേമിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് വരുന്നില്ല. അപ്പോൾ അവർ ആർബിട്രറി പ്രോസസ്സ് പ്രകാരം, ഇപ്പോൾ AB രണ്ട് കമ്പനികളാണെന്ന് വിചാരിക്കും. A എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ ഇപ്പം 90 ആണ്. അതായത് 100 ഉള്ള ഷെയറിൻ്റെ വാല്യൂ 90 ആണ്. ബിൻ്റെത് 110 ആണ്. അതായത് ബിൻ്റെ ഷെയറിൻ്റെ വാല്യൂ എന്താണ്? മാർക്കറ്റ് വാല്യൂ കൂടുതലാണ്, ഓവർ വാല്യൂ ആണ്. എൻ്റേത് അണ്ടർ വാല്യൂ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിയിൽ ഇൻവെസ്റ്റ് ചെയ്തവർ, അവർ 100 രൂപയ്ക്കാണ്, 100-നാണ് എന്ത് ചെയ്തത്, ഷെയർ വാങ്ങിച്ചത്. അവർക്ക് ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ട്? മാർക്കറ്റിൽ 110 കിട്ടുന്നുണ്ടെങ്കിൽ ഇവർ മാർക്കറ്റിൽ എന്ത് ചെയ്യും? ഈ ഷെയർ സെയിൽ നടത്തും. എന്നിട്ട് ഏത് വാങ്ങിക്കും? ഈ എൻ്റെ ഷെയറുകൾ വാങ്ങിക്കും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഡിമാൻഡ് കൂടുമ്പം എൻ്റെ ഷെയറിൻ്റെ വാല്യൂ കൂടുകയും ബിൻ്റെ ഷെയറിൻ്റെ വാല്യൂ കുറയുകയും ചെയ്യും. അപ്പോൾ ഈ എൻ്റെയും ബിൻ്റെയും ഷെയറുകൾ മാർക്കറ്റ് വാല്യൂ എന്താവും? സെയിമായി മാറും. അതിനെയാണ് ആർബിട്രറി പ്രോസസ്സ് എന്ന് പറയുന്നത്. Arbitrary process refers to buying a security which has low risk and selling it is a high risk market. The investors will develop a tendency to sell the shares of the overvalued firm and to buy the shares of undervalued firms. അതായത് ഓവർ വാല്യൂള്ള ഷെയറുകൾ എന്ത് ചെയ്യും? അവർ സെയിൽ നടത്തും. എന്നിട്ട് അണ്ടർ വാല്യൂള്ള ഷെയറുകൾ, അതായത് വാല്യൂ കുറയുന്ന ഷെയറുകൾ വാങ്ങിക്കും. അതിൻ്റെ എഫക്റ്റ് എന്താ ഉണ്ടാകുക? ദിസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് വിൽ കണ്ടിന്യൂ ടിൽ ദ ടു ഫേം
ഹാവ് സെയിം മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ഇവിടെ എന്തായി മാറും? സെയിം മാർക്കറ്റ് വാല്യൂ ആയിട്ട് മാറി. അതിനെയാണ് ആർബിട്രറി പ്രോസസ്സ് എന്ന് പറയുന്നത്. ദേ ഹോൾഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ടാക്സ്. ഇവിടെ ഈ അപ്രോച്ച് പ്രകാരം ടാക്സിനെ പരിഗണിക്കുന്നില്ല. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ചസ്. നമ്മൾ NIO തിയറി പറഞ്ഞതുപോലെ തന്നെ, NOI തിയറി പറഞ്ഞതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്ത് വരുന്നില്ല? വാല്യൂ ഓഫ് ദ ഫേമിൽ മാറ്റം വരുന്നില്ല. എന്തുകൊണ്ടാണ്? ആർബിട്രറി പ്രോസസ്സ് പ്രകാരം. ആർബിട്രറി പ്രോസസ്സ് എന്താ? അണ്ടർ വാല്യൂ ഉള്ള ഷെയറുകൾ സ്വാഭാവികമായി എല്ലാവരും വാങ്ങിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിനെന്ത് ചെയ്യും? ഡിമാൻഡ് കൂടുകയും വാല്യൂ കൂടുകയും ചെയ്യും. ഇവിടെ കുറച്ച് 2-3 അസംഷൻസുകളുണ്ട്. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരിക്കണം. അവിടെ എന്തായിരിക്കണം? വേറെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കണം. നോ വൺ ബയർ ഓർ സെല്ലർ ക്യാൻ എഫക്റ്റ് ദ മാർക്കറ്റ്. ഫ്രീ മാർക്കറ്റ് ആയിരിക്കണം. ആയിരിക്കും എപ്പോഴും വാങ്ങുകയും സെയിലും പർച്ചേസും ചെയ്യുന്ന മാർക്കറ്റായിരിക്കണം. റേഷണലി ആൻഡ് ഹോമോജീനിയസ് എക്സ്പെക്റ്റിംഗ് ഏർണിങ്സ്. ഒരേപോലെയുള്ള എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇതായിരിക്കണം. The future assume that the investors and rational and have homogeneous expectation of a firm earnings. അതേപോലെ 100% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആയിരിക്കണം. ഫുള്ളായിട്ട് എന്ത് കൊടുക്കണം? ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യണം. ഇൻകം ടാക്സ് ഇല്ല. ദർ ആർ നോ ട്രാൻസാക്ഷണൽ കോസ്റ്റ്. ഇത്രയും അസംഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ തിയറി എന്താവുള്ളൂ? ഈ പറയുന്നത് പോലെ ആർബിട്രറി പ്രോസസ്സ് ഉണ്ടാവുള്ളൂ. അതേപോലെ ക്യാപിറ്റൽ സ്ട്രക്ചർ മാറ്റം വരുത്തുമ്പോൾ വാല്യൂ ഓഫ് ദ ഫേമിൽ മാറ്റം വരാതിരിക്കുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.